ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC LGS എന്നോ LDC എന്നോ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എന്നോ ഇല്ലാതെ ഏതൊരു PSC എക്സാമിനും ഇപ്പോൾ ട്രെൻഡിംഗ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭൂപടങ്ങൾ എന്നുള്ള മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ പോകുന്നത്. നമുക്ക് സമയം കളയേണ്ട, നോക്കാം ഭൂപടങ്ങളെ പറ്റി. എന്തേ പറ്റി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്? ഭൂപടങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സുഹൃത്തുക്കളെ ഒരു ഭൂപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു സ്ഥലത്തിന്റെ തിരഞ്ഞെടുത്ത സ്വഭാവ സവിശേഷതകളുടെ പ്രാഥമിക അവതരണമാണ് ഭൂപടം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു പ്രദേശത്തിലെ അവിടെയുള്ള വിവരങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ടുള്ള ആ പ്രദേശത്തിന്റെ ചെറിയൊരു രൂപമാണ് ഭൂപടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്നുകൂടി പറയുവാണ്, ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ തിരഞ്ഞെടുത്ത സ്വഭാവ സവിശേഷതകളുടെ പ്രതീകാത്മകമായ അവതരണമാണ് ഭൂപടം. ഭൂപടങ്ങൾ ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതവും ദൃശ്യപരവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. പഠിക്കുക, ഭൂപടങ്ങൾ ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതവും ദൃശ്യപരവുമായി അവതരിപ്പിക്കും. ഭൂപടത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് കാർട്ടോഗ്രഫി. 50 തവണയിൽ കൂടുതൽ PSC ആവർത്തിച്ച ചോദ്യമാണ്. ഭൂപടത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് കാർട്ടോഗ്രഫി. കാർട്ടെ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് കാർട്ടോഗ്രഫി രൂപപ്പെട്ടത്. പഠിച്ചോളനെ, കാർട്ടെ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നുമാണ് കാർട്ടോഗ്രഫി എന്നുള്ള പേര് രൂപപ്പെട്ടിരിക്കുന്നത്. ഭൂപട നിർമ്മാതാക്കൾ അറിയപ്പെടുന്ന പേരാണ് കാർട്ടോഗ്രാഫർമാർ. അപ്പോ ഭൂപടം നിർമ്മിക്കുന്ന വ്യക്തികൾ അറിയപ്പെടുന്ന പേരെന്താണ്? കാർട്ടോഗ്രാഫർമാർ എന്നാണ്. ഒന്നുകൂടി പറയാം, എന്താണ് ഭൂപടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ തിരഞ്ഞെടുത്ത സ്വഭാവ സവിശേഷതകളുടെ പ്രതീകാത്മകമായ അവതരണമാണ് ഭൂപടം എന്ന് പറയുന്നത്. ഭൂപടങ്ങൾ ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതവും ദൃശ്യപരവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. അതാണ് ഇമ്പോർട്ടന്റ്. ലളിതമായിരിക്കണം, വിവരണങ്ങൾ ഉണ്ടായിരിക്കണം, എന്നാൽ അത് ദൃശ്യപരവുമായിരിക്കണം, നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലുമായി. ഭൂപടങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് കാർട്ടോഗ്രഫി. ഭൂപടങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? കാർട്ടോഗ്രഫി. കാർട്ടെ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് കാർട്ടോഗ്രഫി രൂപപ്പെട്ടത്. ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തികൾ അറിയപ്പെടുന്ന പേരാണ് കാർട്ടോഗ്രാഫ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ഭൂപടങ്ങളുടെ ഉപയോഗം എന്തെന്നാണ്. ഈ ഭാഗത്ത് നിന്നും UPSC ലെവൽ ചോദ്യങ്ങൾ കണ്ടിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. നമ്മുടെ കേരള PSCയിലേക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉടൻ തന്നെ എത്തുന്നതാണ്. ഭൂപടങ്ങളുടെ ഉപയോഗം: അക്ഷാംശ രേഖാംശങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രദേശം കണ്ടെത്തുന്നതിന് ഭൂപടങ്ങൾ സഹായിക്കുന്നു. എങ്ങനെയാണ്? അക്ഷാംശ രേഖാംശ രേഖകൾ ഉപയോഗിച്ച് ഒരു പ്രദേശത്തെ കൃത്യമായി കണ്ടതിന് ഭൂപടങ്ങൾ ഉപയോഗിക്കും. രണ്ടു സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഭൂപടം ഉപയോഗിക്കാം. രണ്ടു സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഭൂപടം നമുക്ക് ഉപയോഗിക്കാം. ദേശീയവും അന്തർദേശീയവുമായ അതിർത്തികളുടെ നിർണയത്തിന് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള അതിർത്തികളുടെ നിർണയത്തിന് ഭൂപടം ഉപയോഗിക്കുന്നു. ഭൗതിക സവിശേഷതകളുടെയും വിഭവങ്ങളുടെയും വിതരണം കാണിക്കുക. ഇതിന് എന്ത് ചെയ്യാം? ഭൂപടങ്ങൾ ഉപയോഗിക്കും. ദേശത്തിന്റെ ഭൗതികപരമായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് കാണിക്കുന്നതിന്, അല്ലെങ്കിൽ അവിടെയുള്ള പ്രത്യേക വിഭവങ്ങളുടെ അളവിനെ സൂചിപ്പിക്കുന്നതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭൂപടങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. വാന നിരീക്ഷണത്തിന് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കുക. വാന നിരീക്ഷണത്തിന് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. സൈനിക ആവശ്യങ്ങൾക്ക് നമുക്ക് ഭൂപടങ്ങൾ ഉപയോഗിക്കാം. സൈനിക ആവശ്യങ്ങൾക്ക് നമുക്ക് ഭൂപടങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഭൂവിനിയോഗത്തിന്റെ നിരക്ക് മനസ്സിലാക്കുന്നതിന് ഭൂപടങ്ങൾ ഉപയോഗിക്കാം. ഭൂവിനിയോഗത്തിന്റെ നിരക്ക് മനസ്സിലാക്കുന്നതിനും ഭൂപടങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ ഭാഗം കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക സുഹൃത്തുക്കളെ, കാരണം ഇവയെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ് ആയിട്ട് പഠിച്ചിരിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ഭൂപടത്തിന്റെ ചരിത്രത്തെ പറ്റി. എവിടെ നിന്നാണ് മാപ്പ് അല്ലെങ്കിൽ ഭൂപടം ഉണ്ടായത്? കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപട സമാനമായ ചിത്രങ്ങൾ മാമത്തിന്റെ കൊമ്പുകളിലാണ് കണ്ടെത്തിയിരുന്നത്. അതായത് ഇപ്പോ നമ്മൾ കണ്ടെത്തിയിട്ട് വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടമാണെന്ന് നമ്മൾ പറയുന്നില്ല, എന്നാൽ ഭൂപട സമാനമായ ചിത്രങ്ങൾ കൊത്തിയിരിക്കുന്നത് മാമത്തിന്റെ കൊമ്പുകളിലാണ് എന്ന് സുഹൃത്തുക്കൾ ഓർത്തു വെച്ചിരിക്കുക. എന്തിന്റെ കൊമ്പിലാണ്? മാമത്തിന്റെ കൊമ്പുകളിലാണ് എന്ന് സുഹൃത്തുക്കൾ ഓർത്തു വെച്ചിരിക്കുക. ക്രിസ്ത്യൻ യുഗത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബാബിലോണിയക്കാർ കളിമൺ ഫലകങ്ങളിൽ ഭൂപടങ്ങൾ വരച്ചിരുന്നു. ക്രിസ്ത്യൻ യുഗത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബാബിലോണിയ
ബാബിലോണിയക്കാർ ആരാണ്? ബാബിലോണിയക്കാർ കളിമണ്ണിൽ ഫലകങ്ങളിൽ ഭൂപടങ്ങൾ വരച്ചിരുന്നു. കളിമൺ ഫലകങ്ങളിലെ ഭൂപടങ്ങൾ എന്ത് ചെയ്തിരുന്നു? വരച്ചിരുന്നു. ഓർക്കുക, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപടം എന്നറിയപ്പെടുന്നത് ഇമാഗോ മുണ്ടിയാണ്. മറക്കരുത്, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപടം എന്നറിയപ്പെടുന്നത് ഇമാഗോ മുണ്ടിയാണ്. നമ്മൾ കണ്ടെത്തിയത് വെച്ചിട്ടാണ് കേട്ടോ. ഈ ഇമാഗോ മുണ്ടി ആരാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാല് ബാബിലോണിയക്കാരാണ് കേട്ടോ. അതാണ് പറഞ്ഞു വന്നത്. 2 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞത്. ഇത് രണ്ടും PSC ചോദിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്. അപ്പോ ക്രിസ്ത്യൻ യുഗത്തിന് മുമ്പ് തന്നെ ബാബിലോണിയക്കാർ കളിമൺ ഫലകങ്ങളിൽ ഭൂപടം എന്ത് ചെയ്തു? വരച്ചിരുന്നു. ഇതിനെ ഇമാഗോ മുണ്ടി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപടം എന്നറിയപ്പെടുന്നത് ഇമാഗോ മുണ്ടിയാണ്. ഇമാഗോ മുണ്ടി BC 6-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതായി കണക്കാക്കുന്നു. ഇമാഗോ മുണ്ടി BC 6-ാം നൂറ്റാണ്ടിലെ നിർമ്മിച്ചതായി കണക്കാക്കി. ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകൾ നിറഞ്ഞതുമായ ആദ്യത്തെ ഭൂപടം നിർമ്മിച്ചത് ടോളമിയാണ്. പഠിച്ചോളുക, ഏറ്റവും ശ്രദ്ധേയമായതും സവിശേഷതകൾ നിറഞ്ഞതുമായുള്ള ആദ്യത്തെ ഭൂപടം നിർമ്മിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടോളമിയാണ്. അക്ഷാംശ രേഖാംശങ്ങൾ ഉപയോഗിക്കുവാനും ആകാശ നിരീക്ഷണത്തിലൂടെ ഭൗമസ്ഥാനം അഥവാ ഭൂമിയുടെ സ്ഥാനം ആദ്യമായി വ്യക്തമാക്കിയത് ഈ ഭൂപടത്തിലൂടെയാണ്. ഇതാണ് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്. ടോളമിയുടെ ഭൂപടത്തിലെ അക്ഷാംശ രേഖാംശങ്ങൾ ഉപയോഗിക്കുവാനും ആകാശ നിരീക്ഷണത്തിലൂടെ ഭൗമസ്ഥാനം ആദ്യമായി വ്യക്തമാക്കിയാനും കഴിഞ്ഞു. അതും സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ലോകത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന വ്യക്തിയാരെന്ന് ചോദിച്ചാൽ ഗ്രീക്ക് തത്വചിന്തകനായ അനാക്സിമാൻഡർ ആണ്. ഈ പേര് പഠിച്ചോളണം കേട്ടോ. എന്താണ്? അനാക്സിമാൻഡർ. ഈ പേര് പഠിച്ചു വെച്ചേക്കുക. ലോകത്തിൽ ആദ്യമായിട്ട് ഭൂപടം നിർമ്മിച്ചത് ബാബിലോണിയക്കാരാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് എന്താണ്? ലോകത്തിൽ ആദ്യമായിട്ട് ഭൂപടം പോലൊരു രൂപം നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബാബിലോണിയക്കാരാണ്. അവർ നിർമ്മിച്ചത് കൃത്യമായിട്ടൊരു ഭൂപടമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഭൂപടത്തിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ചിത്രങ്ങൾ ഉൾപ്പെട്ട കളിമൺ രേഖകൾ എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്? ബാബിലോണിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് ലോകത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന വ്യക്തി ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അനാക്സിമാൻഡർ ആണ്. ഈ പേര് മറക്കരുത്. ഭൂപടവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പേരാണ് അനാക്സിമാൻഡർ. അനാക്സിമാൻഡറിന്റെ കാലഘട്ടത്തിൽ തുകലും വെങ്കല ഫലകങ്ങളുമായിരുന്നു ഭൂപടങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത്. അനാക്സിമാൻഡറിന്റെ കാലഘട്ടത്തിലെ തുകലും വെങ്കല ഫലകങ്ങളുമായിരുന്നു ഭൂപടം നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്ലെമിഷ് ഭൗമശാസ്ത്രജ്ഞനായിട്ടുള്ള മെർക്കറ്റർ ആണ്. മറക്കരുത്, അതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കുക. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്ലെമിഷ് ഭൗമശാസ്ത്രജ്ഞനായിട്ടുള്ള മെർക്കറ്റർ ആണ്. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് നിർമ്മിച്ച വ്യക്തി എബ്രഹാം ഓർട്ടേലിയസ് ആണ്. മറക്കാതെ പഠിക്കുക. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യമായി ഒരു അറ്റ്ലസ് നിർമ്മിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് എബ്രഹാം ഓർട്ടേലിയസ് ആണ്. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച വ്യക്തി ഗ്രീക്ക് ശാസ്ത്രജ്ഞനായ മാത്യൂസ് ആണ്. മറക്കരുത്, ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീക്ക് ശാസ്ത്രജ്ഞനായിട്ടുള്ള മാത്യൂസ് ആണ്. കൺഫ്യൂഷൻ വേണ്ട, ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈസി ആയിട്ട്. ലോകത്തിൽ ആദ്യമായി ഒരു വ്യക്തി ഒരു ഭൂപടം നിർമ്മിക്കുന്നു. അദ്ദേഹം വ്യക്തമായി ഇപ്പോഴുള്ള ഭൂപടത്തിന്റെ ഏറ്റവും പഴയ രൂപം നിർമ്മിച്ചു. അതാരെന്ന് ചോദിച്ചാൽ അനാക്സിമാൻഡർ ആണ്. അദ്ദേഹം ഒരു ഗ്രീക്ക് തത്വചിന്തകനായി. അനാക്സിമാൻഡറിന്റെ കാലഘട്ടത്തിൽ വെങ്കല ഫലകങ്ങളും അതുപോലെ തന്നെ തുകലും ഉപയോഗിച്ചായിരുന്നു ഭൂപടങ്ങൾ നിർമ്മിച്ചിരുന്നത്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ഫ്ലെമിഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള മെർക്കറ്ററിനെ നമ്മൾ ആലോചിക്കാനുള്ളത്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലെമിഷ് ഭൗമശാസ്ത്രജ്ഞനായിട്ടുള്ള മെർക്കറ്റർ ആണ്. വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായി അറ്റ്ലസ് നിർമ്മിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് എബ്രഹാം ഓർട്ടേലിയസ് ആണ്. എബ്രഹാം ഓർട്ടേലിയസ് ആണ് വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ആദ്യമായിട്ട് അറ്റ്ലസ് നിർമ്മിച്ചു. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രീക്ക് ശാസ്ത്രജ്ഞനായിട്ടുള്ള മാൽത്തൂസ് ആണ്. ആരാണ്? ഗ്രീക്ക് ശാസ്ത്രജ്ഞനായിട്ടുള്ള മാൽത്തൂസ് ആണ്. ഇത്രയും പോയിന്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. വ്യക്തമായിട്ട് പഠിക്കാൻ സുഹൃത്തുക്കൾ ശ്രമിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുവായ കുറച്ച് സവിശേഷതകളാണ്. ഈ ഭാഗത്ത് നിന്നാണ് PSC കൂടുതലായി ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് സമയം കളയണ്ട, നേരെ പോയിന്റ്സിലേക്ക് പോകാം. ആദ്യമായി ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടതാണ് അതിന്റെ
സ്കെയിലിംഗ് എങ്ങനെയാണെന്നുള്ളത്, ഏത് രീതിയിലാണത് സ്കെയിൽ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കുവാനുള്ളത്. എല്ലാ ഭൂപടങ്ങളും യാഥാർത്ഥ്യത്തിന്റെ സ്കെയിൽ മോഡലുകളാണ്. സ്കെയിൽ മോഡലുകൾ എന്ന് വെച്ചാൽ എന്താ സുഹൃത്തുക്കളെ ഉദ്ദേശിക്കുന്നത്? ഏതൊരു പ്രദേശം എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഭൂപടവും കൂടി നമ്മൾ എടുത്തു വെച്ച് നോക്കുവാണെന്ന് കരുതുക. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് നമ്മൾ സാറ്റലൈറ്റിലൂടെ നോക്കുവാണെന്ന് കരുതുക. അതിനോടൊപ്പം തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ഭൂപടവും നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന സുഹൃത്തുക്കളൊന്ന് വിചാരിക്കുക. ഇതിൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇന്ത്യ എത്രയാണോ ഉള്ളത് അതിനെ സ്കെയിൽ ചെയ്തു ചെറുതാക്കിയാണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ മാപ്പുകൾ എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്. അപ്പോ ഒരു പ്രദേശത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിന്റെ ഭൂപടം എത്ര സ്കെയിലിലാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് ആ പ്രദേശത്തെ ഒരു ഭൂപടത്തിലൂടെ പഠിക്കുവാൻ കഴിയുള്ളൂ. അത് അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഇവിടെ. അപ്പോ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, ഒരു ഭൂപടത്തിന്റെ സ്കെയിൽ ഭൂപടത്തിന്റെ ദൂരങ്ങളും ഭൂമിയിലെ യഥാർത്ഥ ദൂരങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അപ്പോ ഒരു ഭൂപടത്തിലെ സ്കെയിൽ എന്താ ചെയ്യുന്നത്? ആ ഭൂപടത്തിൽ കൊടുത്തിരിക്കുന്ന ദൂരങ്ങളും ഭൂമിയിൽ യഥാർത്ഥമായിട്ട് ആ പ്രദേശങ്ങൾ തമ്മിലുള്ള ദൂരവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അതാ ഒത്തിരി നേരത്തെ പറഞ്ഞത് കേട്ടോ. ഏറ്റവും സാധാരണമായ ഗ്രാഫിക് സ്കെയിൽ ഒരു റൂളർ സ്കെയിലിനെ പോലെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മാപ്പുകളിലെ സ്കെയിലും പ്രവർത്തിക്കുന്നത്. എന്നാൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാർ സ്കെയിലുകൾ. മറക്കരുത്, എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബാർ സ്കെയിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോ നമ്മുടെ മാപ്പുകളിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ അറിയപ്പെടുന്ന പേരാണ് ബാർ സ്കെയില്. ഇത് മൈലുകൾ അല്ലെങ്കിൽ കിലോമീറ്ററുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിറ്റ് ദൂരം അളക്കുന്ന ഒരു തിരശ്ചീന രേഖയായിരിക്കും. എന്താ പറഞ്ഞത്? ആദ്യം നമ്മൾ പറഞ്ഞു ഒരു ഗ്രാഫിക് സ്കെയിലിനകത്ത് അല്ലെങ്കിൽ ഒരു റൂളർ സ്കെയിലിനെ പോലെ നമ്മുടെ മാപ്പുകളിലുള്ള സ്കെയിലിനെ അറിയപ്പെടുന്ന പേരാണ് ബാർ സ്കെയിൽ എന്നുള്ളത്. ഇങ്ങനെയുള്ള ബാർ സ്കെയിലുകൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാല് ഒന്നുകിൽ അതൊരു മൈലായിരിക്കാം, അല്ലെങ്കിൽ അതൊരു കിലോമീറ്റർ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദൂരം അളക്കുന്ന യൂണിറ്റിനെ സൂചിപ്പിക്കുന്ന തിരശ്ചീനമായിട്ടുള്ള രേഖയായിരിക്കും സ്കെയിൽ എന്ന് പറയും. മാപ്പിലെ ദൂരത്തെയും ഭൂമിയിലെ ദൂരത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു വാക്യമാണ് വാക്കാലുള്ള സ്കെയിൽ എന്ന് പറയുന്നത്. ഓർക്കുക, അപ്പോ നമ്മൾ ഒരു മാപ്പില് സ്കെയിൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അർത്ഥമാക്കുന്നത് എന്തെന്ന് ചോദിച്ചാല് ആ മാപ്പിലെ ദൂരവും ഭൂമിയിലെ യഥാർത്ഥ പ്രദേശത്തിന്റെ ദൂരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വാക്കാലുള്ള സ്കെയിലാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വെച്ചിരിക്കുക. ഒരു ഭൂപടത്തിലെ സ്കെയിൽ ഒരു പ്രദേശത്തിന്റെ വലിപ്പം നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. ഒരു ഭൂപടത്തിന്റെ സ്കെയിൽ എന്താ സുഹൃത്തുക്കളെ സഹായിക്കുന്നത്? ആ പ്രദേശത്തിന്റെ വലിപ്പം നിർണ്ണയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, സഹായിക്കും. ഒരു ഭൂപടത്തിന്റെ സ്കെയിൽ എന്താണ്? ആ പ്രദേശത്തിന്റെ വലിപ്പം എന്താണ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. സുഹൃത്തുക്കളെ ഓർത്തു വെച്ചിരിക്കുക. ഭൂപടത്തിലെ സ്കെയിലിന്റെ യൂണിറ്റിനനുസരിച്ച് ഭൂപടങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. ഭൂപടത്തിലെ സ്കെയിലിന്റെ യൂണിറ്റിനനുസരിച്ച് ഭൂപടങ്ങളെ എത്രയാ തരംതിരിക്കുന്നു സുഹൃത്തുക്കളെ? രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. എത്രയാ തരംതിരിച്ചിരിക്കുന്നു? രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ചെറിയ തോത് ഭൂപടങ്ങൾ ആദ്യമായിട്ട് പഠിക്കാനുള്ള എന്താണ്? ചെറിയ തോത് ഭൂപടങ്ങൾ. ഭൂഖണ്ഡം അല്ലെങ്കിൽ ലോകം പോലെയുള്ള വലിയ പ്രദേശത്തിന്റെ ഭൂപടത്തെ സ്മോൾ സ്കെയിൽ മാപ്പ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ചെറിയ തോത് ഭൂപടങ്ങൾ എന്നറിയപ്പെടുന്നു. ഒരു ഭൂഖണ്ഡത്തിന്റെ അല്ലെങ്കിൽ ഒരു ലോകത്തിന്റെ തന്നെ മൊത്തത്തിലുള്ള ഭൂപടം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു വലിയ ഭൂപടം, ഇങ്ങനെയുള്ള ഭൂപടങ്ങളെയെല്ലാം സ്മാൾ സ്കെയിൽ ഭൂപടങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് അറിയപ്പെടുന്നു. കാരണം ഈ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്ന വസ്തുതകൾ താരതമ്യേന ചെറുതായിരിക്കും. കാരണം ഈ ഭൂപടത്തില് രേഖപ്പെടുത്തുന്ന വസ്തുതകൾ താരതമ്യേന ചെറുതായിരിക്കും. ചെറിയ തോത് ഭൂപടങ്ങൾ താരതമ്യേന കൃത്യത കുറവായിരിക്കും. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് താരതമ്യേന കൃത്യത വളരെ കുറവായിരിക്കും. അടുത്തതായി പഠിക്കേണ്ടതാണ് വലിയ തോത് ഭൂപടങ്ങൾ. ഒരു പ്രദേശത്തെ വിസ്തരിച്ചു കാണിക്കുന്ന ഭൂപടത്തെ ലാർജ് സ്കെയിൽ മാപ്പ് അല്ലെങ്കിൽ വലിയ തോത് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നു. ഒരു പ്രദേശത്തിനെ വിസ്തരിച്ചു കാണിക്കുന്ന ഭൂപടത്തെ ലാർജ് സ്കെയിൽ മാപ്പ് അല്ലെങ്കിൽ വലിയ തോത് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണം നമ്മുടെ സ്ട്രീറ്റ് മാപ്പ്. ഉദാഹരണം എന്താണ്? സ്ട്രീറ്റ് മാപ്പ്. വലിയ തോത് ഭൂപടങ്ങൾ ചെറിയ തോത് ഭൂപടങ്ങളെക്കാൾ വ്യക്തവും കൃത്യതയുള്ളവയുമായിരിക്കും. വലിയ തോത് ഭൂപടങ്ങള് ചെറിയ തോത് ഭൂപടങ്ങളെക്കാൾ വളരെ വ്യക്തവും കൃത്യതയുള്ളതും ആയിരിക്കും. ഇനി നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഡൗട്ടാണ് ഇനി നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും പറഞ്ഞു വെച്ചിട്ട് ആ ഡൗട്ട് അങ്ങ് ക്ലിയർ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഓക്കെ, നാം
ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, താഴെ പറയുന്നവയിൽ ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചിട്ട് ഒരു ഭൂഖണ്ഡത്തിന്റെ ഭൂപടം എന്നായിരിക്കും ഓപ്ഷൻ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്ട്രീറ്റ് മാപ്പും ആയിരിക്കും ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോ ഇരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും സുഹൃത്തുക്കളെ. എല്ലാവർക്കും വരുന്ന തെറ്റാണേ പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ഭൂഖണ്ഡം എന്ന് പറയുന്നത് വലുതാണല്ലോ, അതുകൊണ്ട് ആ വലിയ ഭൂഖണ്ഡത്തിന് ഉൾക്കൊള്ളിച്ച് വരയ്ക്കുന്ന മാപ്പ് വലുതായിരിക്കുമെന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മൾ ആൻസർ കൃത്യമായിട്ടും തെറ്റിക്കും. മിക്കുള്ള സുഹൃത്തുക്കൾക്കും ഉണ്ടാകുന്ന ഒരു അബദ്ധമാണിത്. അതുകൊണ്ട് എപ്പോഴും ഒരൊറ്റ പോയിന്റ് മാത്രം ആലോചിക്കുക, വലിയ പ്രദേശങ്ങളുടെ മാപ്പ് എപ്പോഴും ചെറുതായിരിക്കും. എന്താ പറഞ്ഞത്? വലിയ പ്രദേശങ്ങളെ നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ അത്തരം മാപ്പുകൾ ചെറിയ മാപ്പുകളായിരിക്കും. ഒന്നുകൂടി പറയാം, വലിയ പ്രദേശങ്ങളെ നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭൂപട രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അത്തരം ഭൂപടങ്ങൾ ചെറിയ തോത് ഭൂപടങ്ങളായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ജില്ല എടുക്കുന്നു, കേരളത്തിലെ ഒരു ജില്ല എടുക്കുന്നു, ആ ജില്ലയുടെ ഒരു ഭൂപടവും നമ്മൾ വരയ്ക്കുന്നു. എന്നാൽ കേരളത്തിന്റെ മൊത്തം ഭൂപടവും നമ്മൾ വരയ്ക്കുന്നു എന്ന് കരുതുക. അതിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഏതിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജില്ലയുടെ മാത്രം ഭൂപടം വരയ്ക്കുന്നതിലായിരിക്കും അല്ലെ. ആ ജില്ലയിൽ പ്രധാനപ്പെട്ട നദികൾ, ആ ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ അതിനകത്ത് കാണും. ആ ജില്ലയിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളുടെയോ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻസിന്റെയൊക്കെ അതിർത്തി രേഖകൾ അതിനകത്ത് കാണും. റെയിൽവേ കടന്നു പോകണമെങ്കിൽ അത് വ്യക്തമായിട്ട് അതിനകത്ത് കാണും അല്ലെ. ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡഡ് ആയിരിക്കും എന്ന് പറയുന്നത് ആ പറയുന്ന ഒരു ജില്ലയുടെ ഭൂപടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. എന്നാൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ മൊത്തം ഭൂപടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? അതിനകത്ത് പറ്റില്ല. കാരണം എന്താണ്? എങ്കിൽ നമ്മുടെ ഭൂപടം നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ല. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഭൂപടം നമുക്ക് മടക്കിയെടുത്ത് നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെയുള്ള ഡീറ്റെയിലുകൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങ് കുറച്ചിട്ട് എന്ത് ചെയ്യും, അവനെ ഒരു ചെറിയ ഭൂപടമാക്കി എന്ത് ചെയ്യും, മാറ്റും. ഓക്കെ, ചെറിയൊരു ഭൂപടമാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റും. അപ്പോ ഇതാണ് അവിടെയുള്ള വ്യത്യാസം. ഇനി സുഹൃത്തുക്കൾ ഒരിക്കലും കൺഫ്യൂഷൻ ആകരുത്. വലിയ ഭൂഖണ്ഡങ്ങളുടെയോ ഈ ലോകത്തിന്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെയോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന്റെയോ ഒക്കെ മാപ്പുകൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം മാപ്പുകൾ എപ്പോഴും എന്തായിരിക്കും, ചെറിയ തോത് ഭൂപടങ്ങളായിരിക്കും. അത്തരം മാപ്പുകൾ ചെറിയ തോത് ഭൂപടങ്ങളായിരിക്കും. അവയിലുള്ള ഡേറ്റാസിന്റെ അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ അളവെന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു പ്രദേശത്തിനെ മാത്രം, നമ്മൾ ജീവിക്കുന്ന ഒരു പ്രദേശത്തിന്റെ മാത്രം ഒരു ഭൂപടം വരയ്ക്കുവാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അവിടെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് പോലും എന്ത് ചെയ്യും, വിവരിച്ച് അവിടെ കൊടുത്തിരിക്കും. ഓക്കെ, അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചെറിയ പ്രദേശത്തിന്റെ ഭൂപടമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വലിയ ചെറിയ പ്രദേശത്തിന്റെ ഭൂപടമാണ് വരയ്ക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഭൂപടത്തില് അവിടെയുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് വളരെ കൂടുതലായിട്ട് നമുക്ക് അതിനപ്പെടുത്താൻ കഴിയുകയും അതുകൊണ്ട് തന്നെ ഇതിനെ വലിയ തോത് ഭൂപടം എന്ന് വിളിക്കുകയും ചെയ്യും. ഇവിടെ പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ സുഹൃത്തുക്കളെ, ചെറിയ തോത് ഭൂപടങ്ങൾ താരതമ്യേന കൃത്യത കുറവായിരിക്കും. എന്നാൽ വലിയ തോത് ഭൂപടങ്ങൾക്ക് കൃത്യത എന്താണ്, താരതമ്യേന കൂടുതലായിരിക്കുമെന്നും സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക, പഠിച്ച് വെച്ചിരിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണവും വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണവും. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ് സുഹൃത്തുക്കൾ. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണേ. ഇത് പോയിന്റ് ഇത്രയും പറഞ്ഞ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് കേട്ടു പോയെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇനി പറയുന്ന പോയിന്റ്സിന് ഇമ്പോർട്ടന്റ്. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടങ്ങൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലസ് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളും ചേർന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നതാണ് അറ്റ്ലസ് ഭൂപടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അളവ് എന്തായിരിക്കും, ചെറുതായിരിക്കും. ചുമർ ഭൂപടങ്ങൾ ഒരു രാജ്യത്തിന്റെ ഭൂപടം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ലോക ഭൂപടം, ഭൂഖണ്ഡങ്ങളുടെ മാപ്പ് എന്തായിരിക്കും, ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ്. മലനിരകളുടെയും പീഠഭൂമികളുടെയും ഭൂപടം, ഇതിന് ഇമ്പോർട്ടൻസ് ഒന്ന് കൊടുത്ത് പഠിച്ചോളണേ. മലനിരകളുടെയും പീഠഭൂമികളുടെയും ഭൂപടം എന്തിന് ഉദാഹരണം എന്ന് ചോദിച്ചാൽ ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ സമുദ്രങ്ങളുടെ ഭൂപടം എന്തിന് ഉദാഹരണം എന്ന് ചോദിച്ചാൽ അതും ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണമാണ്. ഓർക്കുക, സമുദ്രങ്ങളുടെ ഭൂപടം എന്തിന് ഉദാഹരണം എന്ന് ചോദിച്ചാൽ ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടി ചെറിയ തോത് ഭൂപടങ്ങൾ എടുത്തു പറയാം. സുഹൃത്തുക്കളൊന്ന് എഴുതി വെച്ചിരിക്കുക. അറ്റ്ലസ് ഭൂപടങ്ങൾ, ചുമർ ഭൂപടങ്ങൾ, ഒരു രാജ്യത്തിന്റെ ഭൂപടം, ലോക ഭൂപടം, ഭൂഖണ്ഡങ്ങളുടെ
മാപ്പ്, മലനിരകളുടെയും പീഠഭൂമികളുടെയും ഭൂപടം, സമുദ്രങ്ങളുടെ ഭൂപടം, ഇവയെല്ലാം ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ കഡസ്ട്രൽ ഭൂപടങ്ങൾ. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണത്തിൽ ആദ്യ സ്ഥാനത്തിരിക്കുന്നത് ആരാണ്? കഡസ്ട്രൽ ഭൂപടങ്ങൾ. ധാരാതലീയ ഭൂപടങ്ങൾ രണ്ടാമതാരാണ്? ധാരാതലീയ ഭൂപടങ്ങൾ. ഒരു നഗരത്തിന്റെയോ ഗ്രാമത്തിന്റെയോ ഭൂപടങ്ങൾ. ഒരു നഗരത്തിന്റെയോ ഒരു ഗ്രാമത്തിന്റെയോ ഭൂപടങ്ങൾ. കൃഷിഭൂമിയുടെ ഭൂപടങ്ങൾ. കൃഷിഭൂമിയുടെ ഭൂപടങ്ങൾ. ഇത്രയുമാണ് വലിയ തോത് ഭൂപടങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കൾക്ക് വേണ്ടി, വലിയ തോത് ഭൂപടങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. കഡസ്ട്രൽ ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. ധാരാതലീയ ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരു നഗരത്തിന്റെയോ ഒരു ഗ്രാമത്തിന്റെയോ ഭൂപടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ കൃഷിഭൂമിയുടെ ഭൂപടങ്ങൾ എന്തിന് ഉദാഹരണമാണ്? വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തതായി ഒരു മാപ്പ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഭൂപടം നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചിഹ്നങ്ങളെ പറ്റി. എന്തൊക്കെ ചിഹ്നങ്ങളാണ് ആ ഭൂപടത്തിൽ ഉള്ളതെന്ന് അതിന്റെ സൈഡിൽ ഇങ്ങനെ എന്ത് ചെയ്തിരിക്കും? വിശദീകരിച്ച് കൊടുത്തിരിക്കും. വലത് സൈഡിലായിട്ട് അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് വലത് സൈഡിലായിട്ടോ എന്ത് ചെയ്തിരിക്കും? ചിത്രീകരിച്ചിരിക്കും. എന്തൊക്കെ ചിഹ്നങ്ങളാണ്, എന്തൊക്കെ ചിഹ്നങ്ങൾ എന്തിനെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളത്. ഇത് സ്ഥിരം PSCയുടെ ക്വസ്റ്റ്യൻ മേഖലയാണ്. ഏകദേശം 50-ൽ കൂടുതൽ തവണ ഈ ഭാഗത്ത് നിന്ന് മാത്രം PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക സുഹൃത്തുക്കളെ. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത് ഇവിടെ. അപ്പോ ഒരു ഭൂപടത്തിലെ ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ ചിഹ്നങ്ങളുടെ നിറങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റാണ് നമ്മൾ പഠിക്കേണ്ടത്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ പ്രതിനിധീകരിക്കാൻ കാർട്ടോഗ്രാഫർമാർ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. ഇതാണ് പഠിക്കേണ്ട പോയിന്റ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടി കാർട്ടോഗ്രാഫർമാർ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. ഭൂപടത്തിലെ ഭൂസവിശേഷതകളെയും അവയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറങ്ങളും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്. ഭൂപടത്തിലെ ഭൂസവിശേഷതകളും അവയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറങ്ങളും. അക്ഷാംശ രേഖാംശ രേഖകള്. ആദ്യം എന്താ പറഞ്ഞത്? അക്ഷാംശ രേഖാംശ രേഖകള്. വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ പാത, ടെലിഫോൺ, ടെലിഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ, ഇവയെല്ലാം കറുപ്പ് നിറമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണേ. ഈ ഭാഗത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണേ. അക്ഷാംശ രേഖാംശ രേഖ. വരണ്ട ജലാശയങ്ങൾ അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണം. വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ പാത, ടെലിഫോൺ, ടെലിഗ്രാഫ് ലൈനുകള്, അതിർത്തി രേഖകൾ എന്നിവ കറുപ്പ് നിറം ഉപയോഗിച്ച് രേഖപ്പെടുത്തും. നീരുറവ, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ. ഇതിൽ നീരുറവ അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണം. നീരുറവ, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ എന്നിവ നീല നിറം ഉപയോഗിച്ച് ചിത്രീകരിച്ചിരിക്കുന്നു. നീരുറവ, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണർ തിരിച്ചറിയുന്നതിന് നീല നിറം ഉപയോഗിക്കും. നൈസർഗിക സസ്യജാലങ്ങൾ, വൃക്ഷങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങൾ അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണേ. എന്നിവ തിരിച്ചറിയുന്നതിന് പച്ച നിറം ഉപയോഗിക്കുന്നു. ഒന്നുകൂടി പറയാമേ. നൈസർഗിക സസ്യജാലങ്ങള്, വനങ്ങള്, പുൽമേടുകള്, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങളും തിരിച്ചറിയാനായി പച്ച നിറം ഉപയോഗിക്കുന്നു. അതിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ അങ്ങ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം. വേറെ കേസുണ്ട് കേട്ടോ അതിനകത്ത്. കൃഷിസ്ഥലങ്ങൾ തിരിച്ചറിയാൻ മഞ്ഞ നിറം ഉപയോഗിക്കുന്നു. ഇതാ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ അണ്ടർലൈൻ ചെയ്ത് പഠിക്കാൻ പറഞ്ഞത് കേട്ടോ. ഫലവൃക്ഷത്തോട്ടങ്ങളാണെങ്കിൽ അവ പച്ച നിറത്തിലായിരിക്കും തിരിച്ചറിയുന്നത്. ഫലവൃക്ഷത്തോട്ടങ്ങളാണെങ്കിൽ അവ തിരിച്ചറിയാൻ പച്ച നിറം ഉപയോഗിക്കുന്നുവെങ്കിൽ കൃഷിസ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി മഞ്ഞ നിറമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. കൃഷിസ്ഥലങ്ങൾ തിരിച്ചറിയാനായിട്ട് മഞ്ഞ നിറവും ഫലവൃക്ഷത്തോട്ടങ്ങൾ തിരിച്ചറിയാനായിട്ട് പച്ച നിറവുമാണ് ഉപയോഗിക്കുന്നത്. തരിശുഭൂമി PSC ഏകദേശം 30-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. തരിശുഭൂമി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം വെള്ള നിറം. തരിശുഭൂമി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം എന്താണ്? വെള്ള നിറം. പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളേ. ഗ്രിഡ് ലൈനുകൾ, സ്മാരകങ്ങൾ, ലൈറ്റ് ഹൗസ്, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറമാണ് ചുവപ്പ് നിറം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ഇതിൽ തന്നെ ഗ്രിഡ് ലൈനുകൾ സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണേ. ഗ്രിഡ് ലൈനുകൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിനോടൊപ്പം തന്നെ ലൈറ്റ് ഹൗസ്, ആരോഗ്യ കേന്ദ്രങ്ങൾ ഇവയൊന്ന് വായിച്ചു വെച്ചിരിക്കുക. അപ്പോ പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ, സ്മാരക
സ്മാരകങ്ങൾ, ലൈറ്റ് ഹൗസ്, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം ചോദിച്ചാല് ചുവപ്പ് നിറമാണ്. ഒന്നുകൂടി പറയാം. അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ പാത, ടെലിഫോൺ, ടെലിഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം കറുപ്പ്. നീരുറവ, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ എന്നിവയുടെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം ചോദിച്ചു കഴിഞ്ഞാൽ അത് നീല നിറം. നൈസർഗിക സസ്യജാലങ്ങൾ, വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും, ഫലവൃക്ഷത്തോട്ടങ്ങൾ എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം ചോദിച്ചാൽ പച്ച നിറം. കൃഷിസ്ഥലങ്ങളാണെങ്കിൽ അത് മഞ്ഞ നിറത്തിലും, തരിശു ഭൂമിയാണെങ്കിൽ അത് വെള്ള നിറത്തിലും തിരിച്ചറിയാൻ ഉപയോഗിക്കും. പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ, സ്മാരകങ്ങൾ, ലൈറ്റ് ഹൗസ്, ആരോഗ്യ കേന്ദ്രങ്ങൾ ഇവ തിരിച്ചറിയാൻ വേണ്ടി ചുവപ്പ് നിറം എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കും. ബാക്കി വെച്ചിരുന്ന പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ഉള്ളതുകൊണ്ടാണ് ലാസ്റ്റ് പറയാന്ന് പറഞ്ഞത്. എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് കോണ്ടൂർ രേഖകളും അവയുടെ നമ്പരും. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പരും അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണേ. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പരും. ഫോം ലൈനുകൾ അതും ഒന്ന് പഠിച്ചു വെച്ചോളണേ. പാറക്കൂട്ടങ്ങൾ, ആരാണ്? പാറക്കൂട്ടങ്ങൾ. മണൽക്കൂനകളും കുന്നുകളും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം തവിട്ട് നിറമാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കുവാനുള്ളതാണ്. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പരും, ഫോം ലൈന്, പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകളും മണൽക്കുന്നുകൾ എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം എന്ന് ചോദിച്ചാൽ തവിട്ട് നിറമാണ്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് കൊണ്ടാണ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി പറയാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പരും, ഫോം ലൈന്, പാറക്കൂട്ടങ്ങള്, മണൽക്കൂനകളും മണൽക്കുന്നുകളും എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം എന്ന് ചോദിച്ചാൽ അത് തവിട്ടു നിറമാണ്. ഏത് നിറമാ സുഹൃത്തുക്കളെ? തവിട്ടു നിറമാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ഗ്രിഡുകൾ. എന്താ ഗ്രിഡുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂപടങ്ങളിൽ ചതുരങ്ങളോ ദീർഘചതുരങ്ങളോ സൃഷ്ടിക്കുന്ന ക്രോസിംഗ് ലൈനുകളാണ് ഗ്രിഡുകൾ എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് അറിയാം, തലങ്ങും വിലങ്ങുമായിട്ട് ഇങ്ങനെ ലൈനുകൾ കിടക്കുന്നത് കാണാം അല്ലേ സുഹൃത്തുക്കളെ? അതായത് നമ്മൾ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്കും അതുപോലെ തന്നെ വലതു നിന്നും ഇടത്തേക്കും എന്ത് ചെയ്യും? ലൈനുകൾ ഇങ്ങനെ എന്ത് ചെയ്യും? കടന്നു പോകും. നമ്മുടെ ഗ്രാഫ് പേപ്പറിൽ ഇതുപോലെ ലൈനുകൾ ഇങ്ങനെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവന്മാരെ വിളിക്കുന്ന പേരാണ് ഗ്രിഡുകൾ എന്നുള്ളത്. അപ്പോ ഭൂപടങ്ങളിലെ ചതുരങ്ങളോ ദീർഘചതുരങ്ങളോ സൃഷ്ടിക്കുന്ന ക്രോസിംഗ് ലൈനുകൾ അറിയപ്പെടുന്ന പേരാണ് ഗ്രിഡുകൾ. ഒരു ഭൂപടത്തിൽ ഒരു നിശ്ചിത പ്രദേശം കണ്ടെത്തുന്നതിന് ഗ്രിഡുകൾ സഹായിക്കുന്നു. ഇവന്റെ ഉപയോഗം എന്താണ്? ഒരു ഭൂപടത്തിലെ ഒരു നിശ്ചിത പ്രദേശം കണ്ടെത്തുന്നതിന് ആര് സഹായിക്കും? ഗ്രിഡുകൾ സഹായിക്കും. ചെറിയ തോത് ഭൂപടങ്ങളിൽ സാധാരണയായി അക്ഷാംശ രേഖാംശ രേഖകളായിരിക്കും ഗ്രിഡുകളായി ഉപയോഗിക്കുന്നത്. ശരിയാണല്ലേ? ഇന്ത്യയുടെയോ അല്ലെങ്കിൽ ലോക ഭൂപടത്തിന്റെയോ എടുത്തു കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും അക്ഷാംശ രേഖാംശ രേഖകൾ ഇങ്ങനെ കടന്നു പോകുന്നത്. എന്നാൽ വലിയ തോത് ഭൂപടങ്ങളിലാണെങ്കിൽ വടക്ക് തെക്ക് ദിശയിലും കിഴക്കു പടിഞ്ഞാറ് ദിശയിലും ചുവന്ന രേഖകൾ കൊണ്ട് ബന്ധിപ്പിക്കുന്ന ഇവ ഗ്രിഡുകളായി പ്രവർത്തിക്കുന്നു. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോത് ഭൂപടമായിരിക്കുമ്പോഴേക്കും വലിയൊരു പ്രദേശമായിരിക്കും അവിടെ കവർ ചെയ്ത് വരുന്നതല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചെറിയ തോത് ഭൂപടങ്ങളിൽ എപ്പോഴും വലിയൊരു പ്രദേശമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭൂപടത്തിൽ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഗ്രിഡ് ലൈനുകൾക്ക് വേണ്ടിയിട്ട് അക്ഷാംശ രേഖാംശ രേഖകളെ സ്വീകരിക്കാം. കാരണം വലിയൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ അക്ഷാംശ രേഖാംശ വ്യാപ്തി അത്രയും നീളത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവയെ ഒരു റെഫറൻസ് ലൈൻ, ഒരു ഗ്രിഡ് ലൈൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയുടെ ഒരു ഭൂപടം ഇരിക്കുകയാണെന്ന് സുഹൃത്തുക്കൾ കരുതുക. ഇന്ത്യയുടെ ഭൂപടത്തിൽ തന്നെ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ കേരളത്തിന്റെ അക്ഷാംശ രേഖാംശ വ്യാപ്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എത്ര മുതൽ എത്ര വരെയാണ് കേരളം കിടക്കുന്നത് എന്നുള്ളത്, അല്ലേ സുഹൃത്തുക്കളെ? എന്നാല് നമ്മുടെ ഗ്രാമത്തിന്റെ ഒരു മാപ്പ് എടുക്കുകയാണെന്നുള്ളത് കരുതുക. നമ്മുടെ ഗ്രാമത്തിന്റെ ഒരു ഭൂപടം എടുക്കുകയാണെന്നുള്ളത്, അങ്ങനെ നമ്മുടെ ഗ്രാമത്തിന്റെ ഭൂപടം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഈ അക്ഷാംശ രേഖാംശ രേഖകളൊന്നും ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഗ്രാമത്തിന് മുകളിലൂടെ കടന്നു പോകണമെന്നില്ല. അക്ഷാംശ രേഖാംശ രേഖകളൊന്നും നമ്മുടെ ഗ്രാമത്തിന് മുകളിലൂടെ കടന്നു പോകണമെന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ പറയുന്ന കാർട്ടോഗ്രാഫർമാര് സ്വന്തമായിട്ട് എന്ത് ചെയ്യും? രേഖകൾ എന്ത് ചെയ്യും? രൂപീകരിക്കും. എന്തിനാണ്? ഒരു പ്രദേശത്തിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവര് സ്വന്തമായിട്ട് എന്ത് ചെയ്യും? രേഖകൾ രൂപീകരിക്കും. ഈ രേഖകൾ എങ്ങനെയെങ്കിലും അങ്ങ് രൂപീകരിച്ചാൽ പോരാ, അവ വടക്ക് നിന്നും തെക്ക് ദിശയിലേക്കും കിഴക്ക് നിന്നും പടിഞ്ഞാറ് ദിശയിലേക്കും ചുവന്ന രേഖകൾ കൊണ്ട് ബന്ധിപ്പിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ ഗ്രാമത്തിന്റെ ഭൂപടം മനസ്സിലേക്ക് വരിക. നമ്മുടെ ഗ്രാമത്തിന്റെ ഭൂപടത്തിനകത്ത് നമുക്ക് ഒരിക്കലും എന്തൊന്നും മാർക്ക് ചെയ്യാൻ കഴിയില്ല?
ഈ പറഞ്ഞിരിക്കുന്ന അക്ഷാംശ രേഖാംശ രേഖകളെന്ന് മാർക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് രേഖകൾ എന്ത് ചെയ്യുന്നു, ആ ഭൂപടത്തിൽ വരച്ചു ചേർക്കുന്നു. ആ രേഖകൾ എങ്ങനെയായിരിക്കണം, അത് വടക്ക് നിന്നും തെക്കു ദിശയിലേക്കും അതുപോലെ തന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിലേക്കും ചുവന്ന രേഖകൾ കൊണ്ട് ബന്ധിപ്പിക്കുന്ന ഗ്രിഡുകളായിട്ട് പ്രവർത്തിക്കണം. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത് സുഹൃത്തുക്കള്, ഓർത്തു വെച്ചിരിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് എന്താണ് ഈസ്റ്റിംഗ് എന്നുള്ളത്. പഠിച്ചു വെച്ചോളണം, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കുക എന്താണ് ഈസ്റ്റിംഗ് എന്നുള്ളത്. വലിയ തോത് ഭൂപടങ്ങളിൽ വടക്കു തെക്കായി വരയ്ക്കുന്ന ചുവന്ന രേഖകളെ ഈസ്റ്റിംഗ് എന്നറിയപ്പെടുന്നു. എന്താ പറഞ്ഞത്, വലിയ തോത് ഭൂപടങ്ങളിലെ വടക്കു തെക്കായി വരയ്ക്കുന്ന ചുവന്ന രേഖകളെ ഈസ്റ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവന്മാർ എങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഈസ്റ്റിംഗിന്റെ മൂല്യം കിഴക്കു ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു. കേട്ടിരുന്നാ മതി, എല്ലാം വിശദമായിട്ട് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാം. ഈസ്റ്റിംഗിന്റെ മൂല്യം കിഴക്കു ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു. ഒരു ഭൂപടത്തിന്റെ സവിശേഷതകൾ തൊട്ട് ഇടതുവശത്തായുള്ള മൂല്യമാണ് സ്ഥാനനിർണയത്തിന് പരിഗണിക്കേണ്ടത്. ഒരു ഭൂപടത്തിന്റെ സവിശേഷതകൾ തൊട്ട് ഇടതുവശത്തായുള്ള, അല്ലെങ്കിൽ ആ സവിശേഷതകളുടെ തൊട്ട് ഇടതുവശത്തായിട്ടുള്ള ഈസ്റ്റിംഗ് മൂല്യമാണ് സ്ഥാനം നിർണ്ണയിക്കുന്നതിന് പരിഗണിക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, ഒരു കൺഫ്യൂഷനും വേണ്ട. ആദ്യമായിട്ട് പറഞ്ഞ പോയിന്റ് എന്താണ്, വലിയ തോത് ഭൂപടങ്ങളിൽ വടക്കു തെക്കായി വരയ്ക്കുന്ന ചുവന്ന രേഖകളെയാണ് ഈസ്റ്റിംഗ് എന്ന് വിളിക്കപ്പെടുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു ഈസ്റ്റിംഗ് രേഖ വരച്ചിട്ടുണ്ട്. കാണാലോ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരു ഈസ്റ്റിംഗ് രേഖ വരച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ പോവാണ്. എന്റെ ഡയറക്ഷൻ എപ്പോഴും മുകളിൽ എന്തായിരിക്കും, ഇവിടെ വടക്ക് നോർത്ത് ആയിരിക്കും, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൗത്ത് അല്ലെങ്കിൽ എന്താണ് തെക്കായിരിക്കും. അതുപോലെ തന്നെ ഈ സൈഡ് എന്താണ് വെസ്റ്റ് ആണ്, പടിഞ്ഞാറാണ്. ഇവിടെ എന്താണ് കിഴക്കാണ്, ഈസ്റ്റ് ആണ് അല്ലെ. ഓക്കെ, ഡയറക്ഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു ഡൗട്ടും ഇല്ലേ സുഹൃത്തുക്കൾക്ക്, സെറ്റ് ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, വടക്ക് നിന്ന് തെക്കായി വരയ്ക്കുന്ന ചുവന്ന രേഖകൾ എന്നാണ്. നോക്കൂ, മുകളിലോട്ടല്ലേ വടക്ക് കിടക്കുന്നത്, അപ്പൊ നോർത്ത് ദാ മുകളിൽ കിടക്കുന്നു, വടക്ക് മേളിൽ കിടക്കുന്നു. താഴെ ആരാ കിടക്കുന്ന സുഹൃത്തുക്കളെ, അവിടെ തെക്ക് സൗത്ത് അല്ലേ കിടക്കുന്നത്. അപ്പോ വടക്ക് നിന്നും തെക്കായിട്ട് വരച്ചിരിക്കുന്നുണ്ടോ, വടക്ക് നിന്നും തെക്കായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ദാ രേഖകൾ ഇങ്ങനെ പോയിരിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റിംഗ് എന്ന്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, ഈസ്റ്റിംഗിന്റെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചേ, ആദ്യത്തെ ലൈൻ എന്താ പറയുക, ഈസ്റ്റിംഗ് ലൈൻ എത്രയായിരുന്നു, 15 ആയിരുന്നു. അതിന്റെ തൊട്ടടുത്ത് വന്നപ്പോഴേക്കും എന്ത് ചെയ്തു, 16 ആയി. അതിന്റെ തൊട്ടടുത്തേക്ക് 17 ആയി. അതിന്റെ തൊട്ടടുത്തേക്ക് എന്ത് ചെയ്തു, 18 ആയി. അതിന്റെ അർത്ഥം എന്താണ്, ഈസ്റ്റിലേക്ക് നോക്കി ഈ രേഖകൾ പോകും തോറും, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാ കിടക്കുന്നത്, കണ്ടോ ഈസ്റ്റ് കിടക്കുന്നത് കണ്ടോ, ഈസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കിഴക്കിലേക്ക് നീങ്ങും തോറും, അല്ലെങ്കിൽ കിഴക്കോട്ട് നീങ്ങും തോറും എന്ത് സംഭവിക്കും, ഈസ്റ്റിംഗ് രേഖയുടെ നമ്പർ അല്ലെങ്കിൽ മൂല്യം എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് 15 ആരംഭിച്ചു, അടുത്ത ലൈൻ എന്താണ് 16 ആയി, അതിന്റെ അടുത്ത ലൈൻ എന്താണ് 17 ആയി, അതിന്റെ ലൈൻ എന്തായി 18 ആയി. അപ്പോ ഇങ്ങനെ ഈസ്റ്റിലോട്ട് പോകും തോറും എന്താ സംഭവിക്കുന്നത്, ഇവിടെയുള്ള രേഖകളുടെ മൂല്യം എന്ത് ചെയ്യും, കൂടി വരും. ഇപ്പോ കൺഫേം ആയല്ലോ, ഇപ്പോ സുഹൃത്തുക്കളുടെ കൺഫ്യൂഷൻ മാറിയല്ലോ. ഇനി മൂന്നാമത് പറഞ്ഞ പോയിന്റ് ആണ് ഇതിൽ ഏറ്റവും കൺഫ്യൂഷൻ ആയിട്ട് പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഗ്രാമത്തിന്റെ ഒരു ഈസ്റ്റിംഗ് രേഖയാണ് ഞാൻ ഈ വരച്ചു വെച്ചത്. ഈ എന്റെ ഗ്രാമത്തിലെ ഒരു ഈസ്റ്റിംഗ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഭൂപടമാണ് ഞാൻ വരച്ചു വെച്ചേക്കുന്നത് സുഹൃത്തുക്കൾ കരുതുക. അപ്പൊ ആ ഭൂപടത്തിലുള്ള ഈസ്റ്റിംഗ് രേഖകൾ ഞാൻ വലുതാക്കി സൂം ചെയ്ത് വെച്ചേക്കാണെന്ന് കരുതുക. ആ ഈസ്റ്റിംഗിന്റെ ആ ഭൂപടത്തിൽ ഒരു പ്രദേശത്ത് ഒരു ജലാശയമുണ്ട് എന്ന് കരുതുക. ഒരു ജലാശയമുണ്ട് എന്ന് കരുതുക. ആ ജലാശയം ഞാൻ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ആ ജലാശയം ഞാൻ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതൊരു ജലാശയമാണ്. ഓക്കെ ആണ്, കൺഫേം ആണ്. ഇനി എന്താ പറഞ്ഞത്, ഈ ജലാശയത്തിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്റെ ഗ്രാമത്തിൽ ആദ്യമായിട്ട് ഒരു വ്യക്തി വരുന്നു. ആ വ്യക്തിക്ക് ഈ ജലാശയം എവിടെയാണ് എന്ന് മാപ്പ് നോക്കി അല്ലെങ്കിൽ ഭൂപടം നോക്കി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് എന്താന്ന് ചോദിച്ചാല്, ആ ജലാശയത്തിന്റെ ഏറ്റവും ഇടതുവശത്തായിട്ടുള്ളത്, ആ ഇടതുവശം എന്ന് പറയുമ്പോൾ ഈ 16, 17 രണ്ട് ഈസ്റ്റിംഗ് രേഖകൾ ഇവിടെ ഉണ്ട്. അതിനകത്ത് 16 ആണ് ഇടതുവശത്ത് കിടക്കുന്നത്. അപ്പോ ഇടതുവശത്ത് വരുന്ന ഈസ്റ്റിംഗ് രേഖയുടെ മൂല്യമാണ് സ്ഥാനം നിർണ്ണയിക്കാനായിട്ട് പരിഗണിക്കേണ്ടത്. മനസ്സിലായോ സുഹൃത്തുക്കൾക്ക്? അപ്പോ ഈസ്റ്റിംഗ് രേഖ ഇങ്ങനെ പോയിരിക്കുന്നു. അവിടെ ഞാനൊരു ജലാശയം എന്ത് ചെയ്തിരിക്കുന്നു, വരച്ചിരിക്കുന്നു. എന്റെ ഒരു സുഹൃത്തിന് ഈ ജലാശയം എവിടെയാണെന്ന് ഭൂപടത്ത് നോക്കി മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, ആ ജലാശയത്തിന് തൊട്ട് ഇടതുവശത്തായിട്ടുള്ള ഈസ്റ്റിംഗ് രേഖയുടെ മൂല്യമായിരിക്കണം എടുക്കേണ്ടത്. അപ്പോ നമുക്ക് പറയാം, ആ 16 എന്ന് പറയുന്ന ഏരിയയിൽ എവിടെയോ ആണ് എന്തെന്ന് പറയുന്നത്, ആ പറഞ്ഞിരിക്കുന്ന
ഇരിക്കുന്ന ജലാശയം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കുമ്പോൾ മനസ്സിലാകും. ഇത്രയേ ഉള്ളൂ ഈസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സുഹൃത്തുക്കൾ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. ഒന്നും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. വടക്ക് തെക്കുവായി വരയ്ക്കുന്ന ചുവന്ന രേഖയാണ് ഈസ്റ്റിംഗ് എന്നുള്ളതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതിനോടൊപ്പം തന്നെ കിഴക്ക് ദിശയിലേക്ക് പോകും തോറും ഈസ്റ്റിംഗിന്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടി വരുന്നു എന്നുള്ളത് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. മൂന്നാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയതിനു ശേഷം ബാക്കിയുള്ള 2 പോയിന്റ് നന്നായിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒന്നാണ് നോർത്തിങ്സ്. നമുക്ക് ഇതുപോലെ തന്നെ പഠിക്കാം, ഈസിയാണ്. എന്താണ് നോർത്തിങ്സ് എന്നുള്ളത്? വലിയ തോത് ഭൂപടങ്ങളിൽ കിഴക്കു പടിഞ്ഞാറായി വരയ്ക്കുന്ന ചുവന്ന രേഖകളെ നോർത്തിങ്സ് എന്ന് അറിയപ്പെടുന്നു. വലിയ തോത് ഭൂപടങ്ങളിലെ കിഴക്കു പടിഞ്ഞാറായി വരയ്ക്കുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്ന പേരാണ് നോർത്തിങ്സ്. നോർത്തിങ്സിന്റെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു. നോർത്തിങ്സിന്റെ മൂല്യം എങ്ങനെയാ സുഹൃത്തുക്കളെ? വടക്കു ദിശയിലേക്ക് പോകും തോറും കൂടി വരും. ഒരു ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ടു തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്സ് മൂല്യമാണ് സ്ഥാന നിർണയത്തിന് പരിഗണിക്കേണ്ടത്. ഒരു ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ടു തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്സ് മൂല്യമാണ് സ്ഥാനം നിർണ്ണയിക്കാൻ പരിഗണിക്കേണ്ടത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അവനെ അങ്ങ് പഠിച്ചു കളയാം. ആദ്യം തന്നെ ചെയ്തത് എന്താണ്? ഞാൻ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നു. എപ്പോഴും അറിയാം, നോർത്ത് മുകളില്, നേരത്തെ പറഞ്ഞ കണക്ക് സൗത്ത്, ഇവിടെ എന്താണ് വെസ്റ്റ്, ഈ സൈഡ് എന്താണ് ഈസ്റ്റ്. ഓക്കെ ആയല്ലോ. ഡയറക്ഷൻ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും മാർക്ക് ചെയ്യാൻ അറിയാലോ. നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. എല്ലാ ഭൂപടങ്ങളിലായാലും ഇങ്ങനെ തന്നെയാണ് ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞത്? വലിയ തോത് ഭൂപടങ്ങളിൽ കിഴക്കു നിന്നും പടിഞ്ഞാറായി വരയ്ക്കുന്ന ചുവന്ന രേഖകളെ നോർത്തിങ്സ് എന്നറിയപ്പെടുന്നു. കണ്ടോ കിടക്കുന്നത്? കിഴക്ക് എവിടെയാ സുഹൃത്തുക്കളെ? കിഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ്, വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ്, പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ്. അപ്പോ പടിഞ്ഞാറ് നിന്നും അല്ലെങ്കിൽ കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് എന്ത് ചെയ്യുന്നു? രേഖകൾ വരയ്ക്കുന്നു. കിഴക്ക് നിന്നും കണ്ടോ പടിഞ്ഞാറേക്ക് എന്ത് ചെയ്യുന്നു? രേഖകൾ വരയ്ക്കുന്നു. ഇത്തരം രേഖകളെ അറിയപ്പെടുന്ന പേരാണ് നോർത്തിങ്സ് എന്ന്. അപ്പോ വലിയ തോത് ഭൂപടങ്ങളിലെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? രേഖകൾ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അവന്മാരെ വിളിക്കുന്ന പേരാണ് നോർത്തിങ്സ് രേഖകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? നോർത്തിങ്ങിന്റെ മൂല്യം വടക്കു ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു. വടക്ക് ദിശ എങ്ങോട്ടാ സുഹൃത്തുക്കളെ? മുകളിലോട്ടാണ് അല്ലെ? വടക്ക് ദിശ എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. ഏറ്റവും താഴെ വരച്ച രേഖയ്ക്ക് എത്രയായിരുന്നു? 75 ആയിരുന്നു. അതിന് മുകളിലോട്ട് വരച്ച രേഖയ്ക്ക് 76 ആയി. പിന്നെ അതിന് മുകളിലേക്ക് വരച്ചപ്പോൾ അത് 77 ആയി. പിന്നെ അതിന് മുകളിലേക്ക് വരച്ചപ്പോൾ 78 ആയി. അതിന്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ? ഈ നോർത്തിങ് എന്ന് പറയുന്ന രേഖ തെക്കു നിന്ന് മുകളിലേക്ക് പോകും തോറും, തെക്ക് നിന്ന് മുകളിലോട്ട് പോകണം എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത്? വടക്കോട്ടാ പോകുന്നത്. ഇവിടെയാണ് എന്തെന്ന് പറയുന്നത്? സൗത്ത് അല്ലെങ്കിൽ തെക്കെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർത്ത് എന്ന് പറയുന്ന വടക്ക് എവിടെയാണ്? ഏറ്റവും മുകളിലാണ്. അപ്പോൾ സുഹൃത്തുക്കൾ നോക്കിയേ, താഴെ നിന്ന് മുകളിലേക്ക് പോകും തോറും അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകും തോറും ആ നോർത്തിങ്ങിന്റെ മൂല്യം എന്ത് ചെയ്യുന്നു? കൂടിക്കൂടി വരുന്നു. ആ രേഖയുടെ മൂല്യം എന്ത് ചെയ്യുന്നു? കൂടിക്കൂടി വരുന്നത് നമുക്ക് ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോ ആ കൺഫ്യൂഷനും നമ്മൾ അവിടെ ക്ലിയർ ചെയ്തു. ഇനി മൂന്നാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ടു തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്ങിന്റെ മൂല്യമാണ് സ്ഥാന നിർണയത്തിന് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ സെയിം കേസ് തന്നെ എന്റെ ഗ്രാമത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? നേരത്തെ നമ്മളൊരു ജലാശയം ഉണ്ടെന്ന് പറഞ്ഞു. ഇത്തവണ നമ്മൾ പറയുന്നു നമ്മുടെ ഗ്രാമത്തില് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ട് എന്ന് കരുതുക. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ട് എന്ന് കരുതുക. ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എന്റെ സുഹൃത്തിന് എത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അവൻ എന്ത് ചെയ്തു? എന്റെ ഗ്രാമത്തിലെ ഭൂപടം എന്ത് ചെയ്തു? അയച്ചു കൊടുത്തു. അപ്പൊ അവൻ എന്താ ചെയ്യുക? അവന്റെ അടുത്ത് പറയുവാണ്, എന്നിട്ട് അവനോട് പറയുവാണ്, നീ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് തൊട്ടു താഴെയായി വരുന്ന അല്ലെങ്കിൽ തൊട്ടു തെക്കായി വരുന്ന, തെക്കെന്ന് പറഞ്ഞാൽ നേരെ താഴെയല്ലേ സുഹൃത്തുക്കളെ? തൊട്ടു താഴെ അല്ലെങ്കിൽ തൊട്ടു തെക്കായിട്ട് വരുന്ന നോർത്തിങ്ങിന്റെ മൂല്യമായിരിക്കണം നീ നോക്കേണ്ടത്. അത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനുള്ളത്? ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്റെ ഗ്രാമത്തിൽ എവിടെയാണ് എന്നുള്ളത് നീ കണ്ടെത്തേണ്ടത് എന്നങ്ങ് സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ നോർത്തിങ് ആണോ? അങ്ങനെയുണ്ടെങ്കിൽ എവിടെയാ നമ്മൾ ഒരു പ്രദേശം എങ്ങനെയാ നമ്മൾ കണ്ടെത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ നമുക്ക് ഏത് പ്രദേശത്താണോ പോവേണ്ടത് ആ പ്രദേശത്തിന്റെ തൊട്ടു താഴെയായി വരുന്ന അല്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? തൊട്ടു തെക്കായിട്ട് വരുന്ന നോർത്തിങ്ങിന്റെ വാല്യൂ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നോക്കേണ്ടത്. അത് വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിന്റെ ലൊക്കേഷൻ മനസ്സിലാവും. വെറും നോർത്തിങ് വെച്ച് മാത്രമല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഈ നോർത്തിങ്ങും ഈസ്റ്റിങ്ങും കൂടെ ഒന്നിച്ച് വരുമ്പോൾ അതൊരു ഗ്രിഡ് ലൈൻ ആവും. അപ്പൊ ഈസ്റ്റിങ്ങിന്റെ ഇടതുവശവും നോക്കുന്നു, നോർത്തിങ്ങിന് താഴെയായിട്ട് നോക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ആ പ്രദേശത്തിന്റെ ലൊക്കേഷൻ എന്താണ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് രണ്ടും സെപ്പറേറ്റ് ആക്കി തന്നെ പഠിച്ചത്. ഇനി മൂന്നാമത്തെ പോയിന്റ് പഠിച്ച് കൺഫ്യൂഷൻ ആക്കണമെങ്കിൽ സുഹൃത്തുക്കൾ അങ്ങ് വിട്ടേക്കുക. ആദ്യത്തെ 2 പോയിന്റ് വ്യക്തമായി
വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരു വലിയ തോത് ഭൂപടങ്ങളിൽ കിഴക്കു പടിഞ്ഞാറായി വരയ്ക്കുന്ന ചുവന്ന രേഖകളെ നോർത്തിങ്സ് എന്നും അതുപോലെ തന്നെ നോർത്തിങ്സിന്റെ മൂല്യം അല്ലെങ്കിൽ അവന്റെ വാല്യൂ എന്ന് പറയുന്നത് വടക്ക് ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു. ഈ 2 പോയിന്റ് എങ്കിലും വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഭൂപടങ്ങളുടെ ഉയരം ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. ഒരു ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള സാധനമാണല്ലേ, അല്ലെങ്കിൽ ദ്വിമാന രൂപത്തിലുള്ള ഒരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഭൂപടം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഹൈറ്റ് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വലിയൊരു മലയുണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ വലിയൊരു കുഴിയുണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു താഴ്വരയുണ്ട് എന്ന് കരുതുക. ഇതൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, ഭൂപടത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു 3D രൂപത്തിലേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മാർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോ അത്തരം കാര്യങ്ങൾ എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഭൂപടം നോക്കുമ്പോൾ ഒരു മലയുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു താഴ്ന്ന ഭൂപ്രദേശം ഉണ്ടെന്നോ ഒക്കെ നമുക്ക് മനസ്സിലാക്കണ്ടേ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഐഡിയകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ളതാണ് കോണ്ടൂർ രേഖകൾ. എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കോണ്ടൂർ രേഖകൾ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്ന പേരാണ് കോണ്ടൂർ രേഖകൾ. ഒന്നുകൂടി പറയാം, എന്താണ് കോണ്ടൂർ രേഖകൾ? സമുദ്രനിരപ്പിൽ നിന്നും, നമ്മുടെ സമുദ്രത്തിന്റെ നിരപ്പെടുക്കുന്നു, അവിടെ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സാങ്കല്പിക രേഖകൾ വരയ്ക്കുന്നു. ഇവയെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ രേഖകൾ. ചിത്രത്തിലേക്ക് നോക്കാം സുഹൃത്തുക്കളെ, സാങ്കല്പിക രേഖകൾ വരച്ചിരിക്കുന്നുണ്ടോ? ആ താഴെ കൊടുത്തിരിക്കുന്ന ആ മലനിരകളുടെ അല്ലെങ്കിൽ ആ താഴ്വരയുടെ കൃത്യമായിട്ടുള്ള സാങ്കല്പിക കോണ്ടൂർ രേഖകളാണ് ആ മുകളിൽ വരച്ചിരിക്കുന്നത്. അപ്പോ ഒരേ ഉയരമുള്ള സ്ഥലങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, ബന്ധിപ്പിച്ച് രേഖ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് കോണ്ടൂർ രേഖകൾ. ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന പ്രദേശങ്ങളെയെല്ലാം സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരം ഉള്ളവയായി കണക്കാക്കുന്നു. ഒരു കോണ്ടൂർ രേഖ കടന്നു പോകുന്ന പ്രദേശങ്ങളെല്ലാം സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള പ്രദേശമായി കണക്കാക്കുന്നു. ഓരോ കോണ്ടൂർ രേഖകൾക്കൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരവും രേഖപ്പെടുത്തുന്നു. ഇവയെ കോണ്ടൂർ മൂല്യങ്ങൾ അല്ലെങ്കിൽ കോണ്ടൂർ വാല്യൂ എന്ന് അറിയപ്പെടുന്നു കേട്ടോ. അപ്പോ ചുമ്മാ കോണ്ടൂർ രേഖ വരച്ചു വെച്ചാൽ നമുക്ക് അവയുടെ ഉയരം മനസ്സിലാവും ഇല്ല. കാരണം എന്താണ്, എല്ലാ കോണ്ടൂർ രേഖകളും കടന്നു പോകുന്ന, വെറുതെ ഒരു കോണ്ടൂർ രേഖ വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ പ്രദേശത്തിന്റെ ഉയരം മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കോണ്ടൂർ രേഖ വരയ്ക്കുന്നതിന് ഒപ്പം തന്നെ എന്തും കൂടെ ചെയ്തു കൊടുക്കും സുഹൃത്തുക്കളെ, സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ആ പ്രദേശത്തിന്റെ ഉയരവും കൂടെ എന്ത് ചെയ്യും, ഈ കോണ്ടൂർ രേഖയിൽ അങ്ങ് മാർക്ക് ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ കോണ്ടൂർ മൂല്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിനകത്ത് കാണാം കേട്ടോ, 100 മീറ്റർ, 400 മീറ്റർ, 300 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ. ഇവയെ അറിയപ്പെടുന്ന പേരാണ് കോണ്ടൂർ മൂല്യങ്ങൾ എന്നുള്ളത്. കൂടി പറയാം, ഓരോ കോണ്ടൂർ രേഖകൾക്കൊപ്പവും സമുദ്രത്തിൽ നിന്നുള്ള അവയുടെ ഉയരവും രേഖപ്പെടുത്തുന്നു. ഇവയെ കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അടുത്തടുത്തായി കാണുന്ന കോണ്ടൂർ രേഖകൾ ഭൂപ്രദേശത്തിന് കുത്തനെയുള്ള ചരിവിനെ സൂചിപ്പിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. അടുത്തടുത്തായുള്ള കോണ്ടൂർ രേഖകൾ ഒരു ഭൂപ്രദേശത്തിന്റെ കുത്തനെയുള്ള ചരിവിനെ സൂചിപ്പിക്കുന്നു. അകന്നകന്നു കാണുന്ന കോണ്ടൂർ രേഖകൾ ആ പ്രദേശത്തിന്റെ ചെറിയ ചരിവിനെ പ്രതിനിധാനം ചെയ്യുന്നു. ഒന്നുകൂടി പറയാം, കോണ്ടൂർ രേഖകള് അടുത്തടുത്താണ് വരുന്നതെങ്കിൽ, ചിത്രത്തിൽ കണ്ടോ സുഹൃത്തുക്കളെ, ആ മലമ്പ്രദേശം വന്നപ്പോഴേക്കും കോണ്ടൂർ രേഖകൾ എന്ത് ചെയ്തു, അടുത്തടുത്ത് വന്നു. അപ്പോ അടുത്തടുത്ത് കോണ്ടൂർ രേഖകൾ വരുവാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശം എങ്ങനെയുള്ളതായിരിക്കും, കുത്തനെ ചരിവോട് കൂടിയ പ്രദേശമായിരിക്കും. എന്നാൽ അല്പം മാറിയിട്ട് എന്താ, നമ്മുടെ ഈ സമതല പ്രദേശത്തിലേക്ക് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ചരിവിന് കുറവുള്ള പ്രദേശത്ത് വരുമ്പോഴേക്കും കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും. സുഹൃത്തുക്കൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അടുത്തടുത്തായി കോണ്ടൂർ രേഖകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിന് കുത്തനെയുള്ള ചരിവും, അകന്നകന്നായി കോണ്ടൂർ രേഖകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിന് എന്താണ്, ചരിവ് കുറവായിരിക്കും, അല്ലെങ്കിൽ അവ ഏകദേശം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും, സമതല പ്രദേശമാണെന്ന് പറയാൻ കഴിയും. അടുത്തതായി പഠിക്കേണ്ടതാണ് കോണ്ടൂർ രേഖകളുടെ പ്രധാനപ്പെട്ട ഉപയോഗത്തെ പറ്റി. കോണ്ടൂർ രേഖകളുടെ പ്രധാന ഉപയോഗത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ഭൂപടത്തിൽ ഒരു ഭൂപ്രദേശത്തിന്റെ ഉയരം കണ്ടെത്താനും കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കുന്നു. ഒരു ഭൂപടത്തില് ഒരു പ്രദേശത്തിന്റെ ഉയരം കണ്ടെത്താനായിട്ട് കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കാം. ഒരു ഭൂപടത്തിലെ ഭൂപ്രദേശത്തിന്റെ ചരിവിന്റെ സ്വഭാവം കണ്ടെത്തുന്നതിന് കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കാം. ഒരു ഭൂപ്രദേശത്തിന്റെ ചരിവിന്റെ സ്വഭാവം കണ്ടെത്തുന്നതിന് കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കാം. ഭൂപടത്തിലുള്ള പ്രദേശത്തിന്റെ ആകൃതി മനസ്സിലാക്കാൻ കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കാം. ഇത് മൂന്നും ആ ചിത്രത്തില് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ഭൂപടത്തിലെ ഭൂപ്രദേശത്തിന്റെ ഉയരം എത്രയെന്ന് കണ്ടെത്തുവാൻ കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കാം.
ഒരു ഭൂപടത്തിലെ ഭൂപ്രദേശത്തിന്റെ ചരിവത്യ സ്വഭാവം കണ്ടെത്താൻ കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കാം. ഭൂപടത്തിലുള്ള പ്രദേശത്തിന്റെ ആകൃതി മനസ്സിലാക്കുവാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കാം. അടുത്തതാണ് എന്താണ് കോണ്ടൂർ ഇടവേളകൾ എന്നുള്ളത്. ഒരു ധാരാതലീയ ഭൂപടത്തിൽ രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിൽ ലംബമായ ദൂരത്തെയോ രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള ഉയരത്തെയോ കോണ്ടൂർ ഇടവേളകൾ എന്ന് അറിയപ്പെടുന്നു. എന്താ പറഞ്ഞത്? ഒരു ധാരാതലീയ ഭൂപടത്തിലെ രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള ലംബമായിട്ടുള്ള ദൂരത്തെയോ അല്ലെങ്കിൽ രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള ഉയരത്തെയോ കോണ്ടൂർ ഇടവേളകൾ എന്നറിയപ്പെടുന്നു. അതായത് ഇങ്ങനെ ഒരു കോണ്ടൂർ രേഖ ഉണ്ടെന്ന് കരുതുക, അടുത്തൊരു കോണ്ടൂർ രേഖ മറ്റൊരു രീതിയിലുണ്ടെന്ന് കരുതുക. ഈ രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള ലംബമായിട്ടുള്ള ദൂരമോ അല്ലെങ്കിൽ ഈ രണ്ട് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള ഉയരത്തിലെ വ്യത്യാസത്തെയോ നമ്മൾ കോണ്ടൂർ ഇടവേളകൾ എന്നറിയപ്പെടുന്നു. ഭൂപടത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് കോണ്ടൂർ ഇടവേളകൾ മാറുന്നു. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളനെ. ഭൂപടത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് എന്ത് ചെയ്യും? കോണ്ടൂർ ഇടവേളകൾക്ക് എന്തുണ്ടാകും? മാറ്റം ഉണ്ടാകും. 1:50,000 എന്ന തോതിൽ ധാരാതലീയ ഭൂപടത്തിലെ കോണ്ടൂർ ഇടവേള 20 മീറ്റർ ആയിരിക്കും. കാണാതെ അങ്ങ് പഠിച്ചു വെച്ചോളനെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ് പറഞ്ഞത്. 1:5000 എന്നുള്ള തോതില് ഒരു ധാരാതലീയ ഭൂപടം നിർമ്മിച്ചിരിക്കുകയാണെന്ന് കരുതുക. ആ ഭൂപടത്തിലെ കോണ്ടൂർ ഇടവേള എപ്പോഴും 20 മീറ്റർ ആയിരിക്കുമെന്ന് പഠിക്കുക. ഉയരമുള്ള പ്രദേശങ്ങളുടെ സ്ഥലാകൃതി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന കോണ്ടൂർ ഇടവേളകൾ 100 മീറ്റർ ആയിരിക്കും. ഓർക്കുക, ഉയരമുള്ള പ്രദേശങ്ങളുടെ സ്ഥലാകൃതി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന കോണ്ടൂറിന്റെ ഇടവേള എത്രയായിരിക്കും? 100 മീറ്റർ ആയിരിക്കും. കുത്തനെയുള്ളതും പരുക്കമാർന്നതുമായ പ്രദേശത്ത് കോണ്ടൂർ ഇടവേളകൾ ചെറുതായിരിക്കും. പഠിച്ചു വെച്ചേക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. കുത്തനെയുള്ളതും പരുക്കമാർന്നതുമായ പ്രദേശത്ത് കോണ്ടൂർ ഇടവേളകൾ എപ്പോഴും എന്തായിരിക്കും? ചെറുതായിരിക്കും. പരന്നതും വിസ്തൃതവുമായ പ്രദേശത്താണെങ്കിൽ കോണ്ടൂർ ഇടവേളകൾ വലുതായിരിക്കും. പരന്നതും വിസ്തൃതവുമായിട്ടുള്ള പ്രദേശമാണെങ്കിൽ കോണ്ടൂർ ഇടവേളകൾ എങ്ങനെയായിരിക്കും? വലുതായിരിക്കും. ഇതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ളത് കേട്ടോ. ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോയിന്റ്, ഭൂപടത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് കോണ്ടൂർ ഇടവേളകൾക്ക് മാറ്റം വരുന്നു. കുത്തനെയുള്ളതും പരുക്കമാർന്നതുമായ പ്രദേശത്ത് കോണ്ടൂർ ഇടവേളകൾ ചെറുതായിരിക്കും. പരന്നതും വിസ്തൃതവുമായ പ്രദേശത്ത് കോണ്ടൂർ ഇടവേളകൾ വലുതായിരിക്കും. ഇത്രയും സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്തതായി ഉയരം മനസ്സിലാക്കുന്നതിന് ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയാണ് ബെഞ്ച് മാർക്ക്. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നു. ഇതിനെ ബെഞ്ച് മാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ജലസംഭരണികളിലും പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ ഉയരം BM എന്ന അക്ഷരത്തിനോടൊപ്പം രേഖപ്പെടുത്തുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ബെഞ്ച് മാർക്ക്. അടുത്തതാണ് ട്രയാങ്കുലേറ്റഡ് ഹെഡ്. ട്രിഗണോമെട്രിക് സർവേയിലൂടെ കണ്ടെത്തുന്ന സ്ഥലത്തിന്റെ ഉയരം ത്രികോണ ചിഹ്നത്തോടുകൂടി ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നു. ഇതിനെ ട്രയാങ്കുലേറ്റഡ് ഹെഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എങ്ങനെയാ പറഞ്ഞത്? ട്രിഗണോമെട്രിക് സർവേയിലൂടെ കണ്ടെത്തുന്ന സ്ഥലത്തിന്റെ ഉയരം ത്രികോണ ചിഹ്നത്തോടുകൂടി ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രയാങ്കുലേറ്റഡ് ഹെഡ്. അടുത്തതായി പഠിക്കേണ്ടതാണ് ഫോം ലൈന്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാതെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഫോം ലൈനുകൾ. പഠിച്ചു വെച്ചോളനെ. ഓൾറെഡി UPSC ലെവൽ ചോദിച്ചു കഴിഞ്ഞു. PSC കൃത്യമായി ചോദിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്, പഠിക്കുക. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാതെയുള്ള രേഖകളായി ചിത്രീകരിക്കുന്നു. ഇവയെ അറിയപ്പെടുന്ന പേരാണ് ഫോം ലൈനുകൾ. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് സ്പോട്ട് ഹൈറ്റ്. എന്താ സ്പോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാനത്തിന് ഉയരം കണക്കാക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഒരു സ്പോട്ട് ഇട്ടിട്ട് ഹൈറ്റ് എഴുതി വെച്ചിരിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കണക്കാക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനെ സ്പോട്ട് ഹൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. കറുത്ത ബിന്ദുക്കൾ ഇല്ലാതെ സംഖ്യ മാത്രമായും സ്പോട്ട് ഹൈറ്റുകൾ രേഖപ്പെടുത്താറുണ്ട്. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോളണം കേട്ടോ. ഡൗട്ട് സുഹൃത്തുക്കൾക്ക് ഉണ്ടാവല്ലേ. കറുത്ത ബിന്ദുക്കൾ ഇല്ലാതെ സംഖ്യ മാത്രമായും എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്താറുണ്ട്. അത് സുഹൃത്തുക്കൾ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഭൂപടത്തിന്റെ ഉള്ളടക്കത്തിലെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഭൂപടത്തിന്റെ ഉള്ളടക്കത്തിന്റെ
അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നു? തരംതിരിക്കുന്നു. ഭൂപടങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്നാമത്തതാണ് ഭൗതിക ഭൂപടങ്ങൾ. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്ത സവിശേഷതകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. എന്താ പറഞ്ഞത്? ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്ത സവിശേഷതകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഭൗതിക ഭൂപടങ്ങൾ. രണ്ടാമത്തതാണ് സാംസ്കാരിക ഭൂപടങ്ങള്. കൃഷി, വ്യവസായം, അതിർത്തി രേഖകൾ എന്നിങ്ങനെ മനുഷ്യനിർമ്മിതമായുള്ള സവിശേഷതകളെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടം. ഒന്നുകൂടി പറയാം, എന്താണ് സാംസ്കാരിക ഭൂപടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി, വ്യവസായം, അതിർത്തി രേഖകൾ എന്നിങ്ങനെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭൂപടമാണ് സാംസ്കാരിക ഭൂപടം. അപ്പോ ആദ്യമായി നമ്മൾ നോക്കാനുള്ളത് ഭൗതിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. അവ ഏതെന്ന് നോക്കാം. ജ്യോതിശാസ്ത്ര ഭൂപടങ്ങൾ, കാലാവസ്ഥാ ഭൂപടങ്ങൾ, മണ്ണ് ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം, ഭൂപ്രകൃതി, ദിനാവസ്ഥ ഭൂപടം. ഒന്നുകൂടി പറയാം, ഭൗതിക ഭൂപടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രകൃതിദത്തമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഭൂപടമാണ്. അതിനകത്ത് പ്രധാനമായിട്ട് ആരൊക്കെയാണ് വരുന്നത്? ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ഭൂപടങ്ങള്, കാലാവസ്ഥാ ഭൂപടങ്ങള്, മണ്ണ് ഭൂപടങ്ങള്, നൈസർഗിക സസ്യജാല ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ദിനാവസ്ഥ ഭൂപടം. ഇതെല്ലാം ഭൗതിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം. എന്നാൽ സാംസ്കാരിക ഭൂപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂപടമാണ്. അതുകൊണ്ട് തന്നെ അതാണ് രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം, വ്യാവസായിക ഭൂപടം, സൈനിക ഭൂപടം, ചരിത്ര ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം. അപ്പോ സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം, വ്യാവസായിക ഭൂപടം, സൈനിക ഭൂപടം, ചരിത്ര ഭൂപടം, അതുപോലെ തന്നെ ഭൂവിനിയോഗ ഭൂപടം. ഇത്രയുമാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അടുത്തതാണ് ധാരാതലീയ ഭൂപടങ്ങൾ. എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ധാരാതലീയ ഭൂപടങ്ങൾ? സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങള്. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങള്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടങ്ങളാണ് ഇവ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ. ഈ ഭൂപ്രദേശത്തിന് ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വിനിമയ സംവിധാനങ്ങൾ എന്നിവയെ വിശദമായി കാണിക്കുവാൻ കഴിയും. അപ്പോൾ ഇത്തരം ഭൂപടങ്ങളുടെ പ്രത്യേകത എന്താണ്? ഒരു ഭൂപ്രദേശത്തിന്റെ ഉയരം, ഭൂപ്രകൃതി, അവിടെയുള്ള വനങ്ങൾ, കൃഷിയിടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വിനിമയ സംവിധാനങ്ങൾ എന്നിവയെ കുറിച്ച് വിശദമായി കാണിക്കുവാൻ കഴിയും. തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെ അതീവ സുരക്ഷിതമായുള്ള പ്രദേശങ്ങളും ധാരാതലീയ ഭൂപടങ്ങളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പഠിക്കാൻ. തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങൾ, അതായത് ആർമികളുടെ ഏരിയ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ISRO, അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങളെയെല്ലാം ധാരാതലീയ ഭൂപടങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ അതീവ സുരക്ഷാ പ്രദേശങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? ധാരാതലീയ ഭൂപടങ്ങളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഒന്നുകൂടി പറയാം, സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങള്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ സവിശേഷതകളും വളരെ വിശദമായി ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങള്. ഭൂപ്രദേശത്തിന് ഉയരം, ഭൂപ്രദേശത്തിന്റെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വിനിമയ സംവിധാനങ്ങൾ എന്നിവയെ വിശദമായി ഇത്തരം ഭൂപടങ്ങളെ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെയും അതീവ സുരക്ഷയുള്ള പ്രദേശങ്ങളെയും ധാരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക സുഹൃത്തുക്കള്. അടുത്തതായി നമ്മൾ പറയാനുള്ളത് ധാരാതലീയ ഭൂപടങ്ങൾ എന്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പഠിച്ചു വെച്ചിരിക്കുക, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു ഭൂപ്രദേശത്തിന്റെ ഭൗതികവും സാംസ്കാരികപരവുമായിട്ടുള്ള സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രദേശത്തുള്ള ഭൗതികപരമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ധാരാതലീയ ഭൂപടങ്ങൾ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. സൈനിക പ്രവർത്തനത്തിനും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ധാരാതലീയ ഭൂപടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. സൈനിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സൈനിക ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും സൈനിക കേന്ദ്രങ്ങൾ ഒരിക്കലും ധാരാതലീയ ഭൂപടത്തിനകത്ത് ഉൾപ്പെടുത്തൂല കേട്ടോ. പക്ഷെ സൈനിക പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൈനിക
സൈനിക ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കാം. സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാതലീയ ഭൂപടങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. നഗരാസൂത്രണ പ്രവർത്തനങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധാരാതലീയ ഭൂപടങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാതലീയ ഭൂപടങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ലാസ്റ്റ് ഒന്നും കൂടി പറയുവാണ്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ്. സുഹൃത്തുക്കൾ പഠിക്കാതെ പോകരുത്, അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഒരു ധാരാതലീയ ഭൂപടത്തിന് ഒരു ഭൂപ്രദേശത്തിന്റെ ഭൗതികവും സാംസ്കാരികപരമായിട്ടുള്ള സവിശേഷതകൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവയെ വിശകലനം ചെയ്യുവാനും കഴിയും. സൈനിക പ്രവർത്തനത്തിനും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കാം. സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായുള്ള ഒരു പ്രദേശത്തിന്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള വിഭവങ്ങളെ കണ്ടെത്തി പഠിക്കുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നഗരാസൂത്രണത്തിന് നമുക്ക് എന്തുപയോഗിക്കാം, അല്ലെങ്കിൽ നഗരാസൂത്രണത്തിന്റെ പ്രവർത്തനത്തിന് നമുക്ക് എന്തുപയോഗിക്കാം, ധാരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കാം. അടുത്തതാണ് കാഡസ്ട്രൽ ഭൂപടങ്ങൾ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള എന്താണ് കാഡസ്ട്രൽ ഭൂപടങ്ങൾ. എന്താണ് കാഡസ്ട്രൽ ഭൂപടങ്ങൾ? പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നറിയപ്പെടുന്നത് കാഡസ്ട്രൽ ഭൂപടങ്ങളാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നറിയപ്പെടുന്ന ഭൂപടം എന്ന് ചോദിച്ചാൽ അത് കാഡസ്ട്രൽ ഭൂപടമാണ്. കാഡസ്ട്രൽ എന്നതൊരു ഫ്രഞ്ച് പദമാണ്, പഠിച്ചു വെച്ചേക്കുക. കാഡസ്ട്രൽ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് പദമാണ്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഇവയെ ഉപയോഗിക്കുന്നു. പഠിച്ചു വെച്ചേക്കുക. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥ അവകാശം സൂചിപ്പിക്കുന്നതിനും കഡസ്ട്രൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. കഡസ്ട്രൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഗവൺമെന്റ് ആയിരിക്കും. മറക്കരുത്, കഡസ്ട്രൽ ഭൂപടങ്ങൾ സൂക്ഷിക്കുന്നതും അത് കൈകാര്യം ചെയ്യുവാനുമുള്ള അവകാശം ആരിലായിരിക്കും? ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കും. കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ഗ്രാമഭൂപടങ്ങൾ. ഓൾറെഡി PSC ചോദിച്ച ചോദ്യമാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഉദാഹരണം അതുപോലെ എടുത്ത് PSC ചോദിച്ചതാണ്. കഡസ്ട്രൽ ഭൂപടത്തിന് ഉദാഹരണം ചോദിച്ചാൽ ഗ്രാമഭൂപടങ്ങൾ. അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്ന ഭൂപടങ്ങളും കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ എന്ന് ചോദിച്ചാൽ അതും കഡസ്ട്രൽ ഭൂപടങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളുടെ അതിർത്തി മാത്രമല്ല, ഗ്രാമങ്ങളുടെ ആയാലും പഞ്ചായത്തുകളുടെ ആയാലും വില്ലേജുകളുടെ ആയാലും എല്ലാം അതിർത്തി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടവും ഏത് തന്നെയാണ്? കഡസ്ട്രൽ ഭൂപടം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ഭൂപ്രദേശത്തിന്റെ അതിർത്തി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് ആരാണ്? കഡസ്ട്രൽ ഭൂപടമാണ്. പഠിച്ചോളുക. ഒരു വ്യക്തിയുടെ കയ്യിലുള്ള പ്രദേശത്തിന്റെ എന്താണ് ഉടമസ്ഥ അവകാശം സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടം ഏതാണ്? കഡസ്ട്രൽ ഭൂപടമാണ്. നന്നായിട്ട് പഠിക്കണം ഈ പോയിന്റ്. ഒന്നുകൂടി പറയാം. പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നറിയപ്പെടുന്നത് കഡസ്ട്രൽ ഭൂപടമാണ്. കഡസ്ട്രൽ ഒരു ഫ്രഞ്ച് പദമാണ്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നു. കഡസ്ട്രൽ ഭൂപടങ്ങൾ സൂക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഗവൺമെന്റ് ആയിരിക്കും. കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഗ്രാമഭൂപടങ്ങളും സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്ന ഭൂപടങ്ങൾ എന്നിവയാണ്. നമ്മുടെ ക്ലാസിന്റെ അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുന്നു. കഡസ്ട്രൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി? ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന സുഹൃത്തുക്കള്, ഉടമസ്ഥ അവകാശം സ്ഥാപിക്കുന്നതിന് വേണ്ടി, അതായത് സുരക്ഷിതമായ ഭൂമി ഇടപാടുകൾക്ക് അടിസ്ഥാനം നൽകിക്കൊണ്ട് വസ്തുവിന്റെ ഉടമസ്ഥ അവകാശം സ്വീകരിക്കുന്നത് കഡസ്ട്രൽ മാപ്പുകൾ സുപ്രധാനമാണ്. മറക്കരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം വാങ്ങിക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസിൽ പോയിട്ടുള്ള സുഹൃത്തുക്കളാണെങ്കിൽ അറിയാം, അവരെന്ത് ചോദിക്കും? കഡസ്ട്രൽ മാപ്പുകൾ സഹായത്തോടു കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് നമ്മുടെ പ്രദേശം ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്ന പ്രദേശം ഏതാണെന്നുള്ളത് അവരെ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ സുരക്ഷിതമായ ഭൂമി ഇടപാടുകൾക്ക് അടിസ്ഥാനം നൽകിക്കൊണ്ട് വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സ്ഥിരീകരിക്കുന്നതിന് കഡസ്ട്രൽ മാപ്പുകൾ ഉപയോഗിക്കുന്നു. ലാൻഡ് ഫിനാൻസിങ് വസ്തുവിന്റെ മൂല്യം വിലയിരുത്തുന്നതിനും അതനുസരിച്ച് വായ്പകൾ അനുവദിക്കുന്നതിനും ധനകാര്യ
സ്ഥാപനങ്ങളെ ഈ മാപ്പുകൾ സഹായിക്കുന്നു. എങ്ങനെയാണ്? ലാൻഡ് ഫിനാൻസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് നമ്മളൊരു ബാങ്കിൽ കൊണ്ടുവന്ന് നമ്മുടെ വസ്തു എന്ത് ചെയ്യുന്നു? ഫിനാൻസ് വെക്കുകയാണെന്ന് കരുതുക. ആ വസ്തു നമ്മൾ കൊണ്ടുവന്ന് പണയം വെക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ധനകാര്യ സ്ഥാപനം എന്താ ഉപയോഗിക്കുന്നത്? വന്നിട്ട് നമ്മുടെ ലൊക്കേഷൻ നോക്കും. ലൊക്കേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യും? അവിടുത്തെ കഡസ്ട്രൽ മാപ്പ് എന്ത് ചെയ്യും? നോക്കും. ആ മാപ്പ് ഉപയോഗിച്ചാണ് നമ്മുടെ വസ്തുവിന്റെ കിടപ്പ്, നമ്മുടെ വസ്തുവിന്റെ മൂല്യം അനുസരിച്ചായിരിക്കും നമുക്ക് എത്ര രൂപയാണ് വായ്പ തരേണ്ടത് എന്ന് ആ ധനകാര്യ സ്ഥാപനം എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. നയവികസനം, നയരൂപീകരണം, നഗരാസൂത്രണം, ഭൂവിനിയോഗ നിയന്ത്രണം എന്നിവയ്ക്കായി സർക്കാർ അധികാരികൾ കഡസ്ട്രിയൽ മാപ്പിംഗ് ഡേറ്റയെ ആശ്രയിക്കുന്നു. എന്തൊക്കെയാണ്? നയരൂപീകരണത്തിന് വേണ്ടി, നഗരാസൂത്രണത്തിന് വേണ്ടിയിട്ട്, ഭൂവിനിയോഗത്തിന്റെ നിയന്ത്രണം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ അധികാരികൾ കഡസ്ട്രിയൽ മാപ്പിംഗ് ഡേറ്റ ആശ്രയിക്കുന്നു. വികസന അവകാശങ്ങളുടെ കൈമാറ്റത്തിന് വേണ്ടിയിട്ട്, വികസന അവകാശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഈ മാപ്പുകളുടെ പ്രക്രിയയ്ക്ക് സുതാര്യത കൂട്ടുന്നു. അതായത് വികസന ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സർക്കാർ സ്വീകരിക്കുന്ന സമയത്ത് ആ വികസന അവകാശങ്ങളുടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഈ മാപ്പുകളുടെ എന്താണ് ആ പ്രക്രിയയ്ക്ക് സുതാര്യത കൂടുതലാക്കുന്നു എന്നും പഠിച്ചു വെക്കുക. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് പ്രോപ്പർട്ടി ടാക്സ് ശേഖരണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. കഡസ്ട്രിയൽ മാപ്പുകൾ പ്രോപ്പർട്ടി ടാക്സ് കൃത്യമായി വിലയിരുത്താനും ശേഖരിക്കുവാനും സഹായിക്കുന്നു. എങ്ങനെയാ പറഞ്ഞത്? പ്രോപ്പർട്ടി ടാക്സ് ശേഖരണം എന്ന് വെച്ചാൽ കഡസ്ട്രിയൽ മാപ്പുകൾ പ്രോപ്പർട്ടി ടാക്സ് കൃത്യമായി വിലയിരുത്തുവാനും ശേഖരിക്കുവാനും സഹായിക്കുന്നു. ഇത്രയുമാണ് കഡസ്ട്രിയൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നുള്ളത്. ഇത്രയും ഭാഗം സുഹൃത്തുക്കള് നന്നായിട്ട് പഠിക്കുക. ഇവയെല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദ പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്താണ് ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയുമായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട നല്ലൊരു ക്ലാസ് സുഹൃത്തുക്കൾ ലഭിച്ചു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ എത്തുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.